നമ്മൾ ഗുരുവായൂരപ്പന്റെ ഭക്തരെല്ലാം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഗുരുവായൂർ ഏകാദശി 2024 ഡിസംബർ 11 ബുധനാഴ്ചയാണ്. ഏകാദശി നിറവിൽ നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രവും ഗുരുവായൂരപ്പനും നമ്മൾ പ്രിയ ഭക്തജനങ്ങളുമെല്ലാം എന്നും ഗുരുവായൂരപ്പന്റെ കഥകൾ കേൾക്കാൻ വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണല്ലേ. ഈ സമയത്ത് നമ്മൾക്ക് ഗുരുവായൂരപ്പന്റെ താമരക്കണ്ണന്റെ കഥയൊന്ന് കേട്ടാലോ. നിഷ്കളങ്ക ഭക്തിയോടെ ഉള്ളു തുറന്നു വിളിക്കുന്നവർക്ക് എന്നും വിളിപ്പുറത്താണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ആ വിളി കേൾക്കാൻ കണ്ണൻ കാതോർത്തിരിക്കുകയുമാണ് കേട്ടോ. കണ്ണന്റെ അത്ഭുത ലീലകൾക്ക് ഇന്നും കുറവില്ല. ഗുരുവായൂർ അമ്പലത്തിലെ ശ്രീകോവിലിന്റെ പുറം ചുവരിൽ താമരയിലിരിക്കുന്ന കണ്ണന്റെ ഒരു ചിത്രമുണ്ട്. താമരക്കണ്ണന്റെ ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് കേട്ടോ. അതൊന്ന് കേട്ടാലോ നമുക്ക്. വില്ലുമംഗലം സ്വാമിയാർക്ക് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനാണല്ലോ. ഒരു ദിവസം രാത്രി അദ്ദേഹം കണ്ണനെ ഓരോ ഭാവത്തിലും രൂപത്തിലും ഒക്കെ സ്തുതിക്കാൻ തുടങ്ങി കേട്ടോ. ഏതേത് രൂപത്തിൽ സ്മരിക്കുന്നുവോ ആ രൂപങ്ങളിൽ കണ്ണൻ സ്വാമിയാർക്ക് മുന്നിൽ ദർശനം കൊടുത്തുകൊണ്ട് തന്നെയിരുന്നു. സ്വാമിയാര് താമരയിലിരിക്കുന്ന കണ്ണനായി സ്തുതിക്കാൻ തുടങ്ങി. സ്തുതി കഴിഞ്ഞതും സ്വാമിയാര് കണ്ണനെ നീട്ടി വിളിച്ചു താമരക്കണ്ണാ എന്ന്. കണ്ണൻ താമരയിൽ തൃക്കൈ വെണ്ണയോടുകൂടി ഇരിക്കുന്ന ദർശനം നൽകി അങ്ങനെ കളി തുടർന്നു. രാവിലെ ആയി. തിരുനട തുറക്കാൻ സമയമായി. കണ്ണൻ നോക്കിയപ്പോൾ മേൽശാന്തി അതാ വരുന്നു. എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കടക്കണമല്ലോ. കണ്ണൻ അമ്പലത്തിലേക്ക് ഓടി. പിന്നാലെ നമ്മുടെ സ്വാമിയാരും. അപ്പോഴേക്കും മേൽശാന്തി ഇങ്ങെത്തിയേട്ടോ. ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ വാതിൽ താക്കോലിട്ട് തുറക്കാൻ നോക്കുന്ന മേൽശാന്തിയെയാണ് നമ്മുടെ കണ്ണൻ കണ്ടത്. അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുൻപ് ഉള്ളിൽ കയറണമെന്ന് കരുതിയ നമ്മുടെ കണ്ണൻ വടക്കേ ചുമരിലൂടെ, അതായത് നമ്മുടെ മണിക്കിണറിന് സമീപമുള്ള ആ ചുമരിലൂടെ ഉള്ളിൽ കയറി. ഹരേ കൃഷ്ണ. കൃഷ്ണന്റെ ഓരോ ലീലകൾ കണ്ടോ. ആ സമയത്ത് താമരപ്പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നു നമ്മുടെ കണ്ണൻ. ആ രൂപത്തിൽ കണ്ണൻ ആ ചുമരിൽ പതിഞ്ഞാണ് ഉള്ളിൽ പ്രവേശിച്ചത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്വാമിയാർ പിറ്റേ ദിവസം തന്നെ ആ ചുമരിൽ പതിഞ്ഞ ഭാവത്തെ ആൾക്കാരുടെ സഹായത്താൽ ചുമരിൽ വരച്ചു അത്രേ. ഇപ്പോഴും അവിടെ തൊഴുതാൽ ഉള്ളിൽ കണ്ണൻ കാണും. കാരണം കണ്ണൻ തന്നെ പതിപ്പിച്ചു കടന്ന വാതിലാണിത്. അങ്ങനെ ഒരിക്കൽ ഈ ചിത്രം കാണാൻ കൊതിച്ചു വന്ന ഒരു കൃഷ്ണഭക്തിയുടെ അനുഭവം കൂടി പറയട്ടെ. 2 ദിവസം അവിടെ താമസിച്ച് തൊഴുവാൻ എത്തിയപ്പോൾ കണ്ണാ, താമരയിലിരിക്കുന്ന ആ ചിത്രം കണ്ട് തൊഴാൻ സാധിക്കണേ എന്ന് ആ അമ്മ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ചിത്രം ക്ഷേത്രത്തിനകത്ത് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കൃത്യമായ അറിവില്ല. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെയായി പല തവണ ഗുരുവായൂരപ്പനെ തൊഴുതുവെങ്കിലും തിരക്ക് കാരണം താമരക്കണ്ണന്റെ ചിത്രം എവിടെയെന്ന് കണ്ടുപിടിക്കാനേ അമ്മയ്ക്ക് സാധിച്ചില്ല. ഒടുവിൽ തിരികെ പോവാനുള്ള സമയവുമായി. ഇത്തവണയും എനിക്ക് താമരക്കണ്ണിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമത്തിലായിരുന്നു എത്രയാ അമ്മ. ആ സമയവും പ്രാർത്ഥനയോടെ നാമം ചൊല്ലിക്കൊണ്ടിരുന്നു, ഭഗവാനെ അങ്ങയുടെ താമരക്കണ്ണിന്റെ രൂപം എനിക്കൊന്ന് കാട്ടിത്തരണേ എന്ന്. ഈ സമയത്ത് ശീവേലി ആവാറായതിനാൽ ആൾക്കാരെ പെട്ടെന്ന് പുറത്തിറക്കുകയായിരുന്നു ജീവനക്കാർ. ഈ സമയത്ത് ഉള്ളിൽ തൊഴുത്ത് പുറത്തിറങ്ങാൻ ഏതോ ഒരു പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അവരുടെ കൂടെ ഇത്തിരി കറുത്തുരുണ്ട ഒരു ചെറിയ പേരക്കുട്ടിയും. ഈ കുട്ടി സ്വർണ്ണ കസവും കൊണ്ടെടുത്ത് മണിമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഉണ്ണിക്ക് ഒരേ വാശി അത്രേ, മണിക്കിണറിനരികിലെ ഗേറ്റിലൂടെ അപ്പുറത്ത് പോകണമെന്ന്. മുത്തശ്ശനും മുത്തശ്ശിയും ആകെ കഷ്ടത്തിലായി കേട്ടോ. ഈ ഉണ്ണി അത്രയും വാശി പിടിച്ചപ്പോൾ ജീവനക്കാര് ആ ഗേറ്റിലൂടെ കുട്ടി അപ്പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുകയുണ്ടായി. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് താമരക്കണ്ണനെ കാണാൻ കൊതിച്ചു നിൽക്കുന്ന അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ഗേറ്റ് തുറന്നു കൊടുത്തതും നമ്മുടെ ഈ കുഞ്ഞു കുറുമ്പൻ ഓടി ചുമരിൽ പോയി ചൂണ്ടി കാണിച്ച് പറയുകയാണ്, ദേ നോക്കിയേ കണ്ണൻ ദാ താമരപ്പൂവിലിരിക്കുന്നെന്ന്. അത് കേട്ടതും നമ്മുടെ ആ അമ്മയുണ്ടല്ലോ, താമരക്കണ്ണനെ കാണാൻ കൊതിച്ചു നിന്ന ആ അമ്മയുടെ മനസ്സിലെ ആനന്ദ പെരുമഴ എത്രയായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാനുണ്ടോ. ആ അമ്മയും ഓടിപ്പോയി നോക്കുകയുണ്ടായിട്ടോ. ഞാൻ കാണാൻ ആഗ്രഹിച്ച കണ്ണന്റെ അതേ രൂപത്തിൽ തന്നെ കണ്ണൻ അതാ ചുവരിലിരിക്കുന്നു. ആ ഭക്തിയുടെ മനസ്സിലെ വികാര പെരുമഴ ഒന്ന് ഓർത്തു നോക്കിക്കേ. കാണാൻ ആഗ്രഹിച്ച കണ്ണന്റെ രൂപത്തെ കണ്ണൻ തന്നെ കാട്ടിക്കൊടുത്തു. ഒരു ചെറിയ ഇരുണ്ട മണിമാലയിട്ട ബാലക്കുറുമ്പൻ. ആ അമ്മ എന്ത് ചെയ്തു? ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അത് നമ്മുടെ കണ്ണനല്ലാതെ വേറെ ആരാണല്ലേ. എന്താ ഭാഗ്യം, വാക്കുകളില്ല കണ്ണ, നീ തന്നെ വന്ന് നിന്നെ കാട്ടിക്കൊടുത്ത അനുഭവം ഇങ്ങനെ കേൾക്കുമ്പോൾ കണ്ണൻ എന്നും ശുദ്ധ ഭക്തരുടെ കൂടെ ലീലകളാടി ആനന്ദിക്കുന്നു. എത്ര കഥകളാണില്ലേ നമ്മൾക്ക് മുൻപിൽ ഇങ്ങനെ കേൾക്കാനുള്ളത്. നമുക്കും ആ താമരക്കണ്ണിനെ തൊഴാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.